എക്സാം കഴിഞ്ഞു. ഇന്നത്തെ എക്സാം കഴിഞ്ഞു. കുഴപ്പമില്ല, പാസ്സാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ആ വിശ്വാസം KTU നശിപ്പിക്കാതിരുന്നാൽ അത്രയും നല്ലത്. പക്ഷേ തിങ് ഈസ്, ഇനി ഒരാഴ്ച ലീവാണ്. ഇതിനിടയ്ക്ക് 4-ാം തീയതി ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷ ഇവരെ മെല്ലെ കൂടി മാറ്റി 16-നുണ്ടാ ചേച്ചി. അത് നമ്മൾ ആലോചിച്ച് നോക്കിയ അവസ്ഥ. 14-ന് പരീക്ഷ കഴിയേണ്ടതാണ്. 14-ന് പരീക്ഷ കഴിഞ്ഞ് 15, 16, 17 3 ദിവസം. 18-ന് നമുക്ക് ലാബ് എക്സാം തുടങ്ങും. അപ്പോൾ 3 ദിവസം ലാബ് എക്സാമിന് പഠിക്കാൻ കിട്ടേണ്ടതായിരുന്നു. ആ സമയത്തേക്ക് 4-ന് എന്താണ് പേര്, ഇലക്ഷൻ റിസൾട്ട് ആയതുകൊണ്ട് 4-ൻ്റെ എക്സാം 16-നുണ്ടാച്ചു വെച്ച്. 16-എന്ന് പറയുമ്പോൾ 14-ന് ആളെ എക്സാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു ദിവസമേ ഉള്ളൂ ഇനി ആ സബ്ജക്റ്റ് പഠിക്കാൻ. 16-ന് ഇനി 16 കഴിഞ്ഞ് 17-ന് ഒരു ദിവസമേ ഉള്ളൂ എന്തിന് ലാബ് എക്സാമിന് പഠിക്കാൻ. ലാബ് എക്സാം 18-ന് തുടങ്ങും. എനിക്കിപ്പോൾ വലിയ പ്രശ്നമല്ല. എനിക്ക് സപ്ലി എക്സാം ഉള്ളത് കുറച്ച് അങ്ങോട്ടേക്കാണ്, മാർച്ച് ലാസ്റ്റിലോട്ടാണ്. പക്ഷേ 19-ന് ലാബ് എക്സാം തുടങ്ങുന്ന ആൾക്കാരുണ്ട്. മാത്സ് ഫസ്റ്റാണ്. മാത്സ് 19-ന് തുടങ്ങും. ഫസ്റ്റ് എക്സാം മാത്സ്. അപ്പം 19-ന് മാത്സാണ് സപ്ലി എക്സാം തുടങ്ങുന്നത്. അപ്പോൾ 18-ന് ലാബ് എക്സാം തുടങ്ങുന്ന ആൾക്കാർക്ക് എങ്ങനെ സപ്ലി എക്സാമിന് വേണ്ടി പഠിക്കാൻ പറ്റും? ഇറ്റ് ഈസ് ഓൾ ഫക്ക്ഡ് അപ്പ്. ഡൺ. ഇതൊക്കെയാണില്ലേ KTU ഒരു യൂണിവേഴ്സിറ്റി അല്ല, ഇറ്റ്സ് എ യൂണിവേഴ്സ്, അനദർ യൂണിവേഴ്സ്. മനുഷ്യന്മാരെ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത യൂണിവേഴ്സ്. ഇന്നത്തെ എക്സാം തന്നെ ആലോചിച്ച് നോക്കി. DBMS ഇത്തിരി ടഫ് സബ്ജക്റ്റാണ്. അതിന് അവർ താഴെ തന്നത് ഒരു ദിവസം. എന്താണ് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് 4 മൊഡ്യൂൾ കവർ ചെയ്യുക? ഞാൻ കവർ ചെയ്തില്ല. ഞാൻ 3 മൊഡ്യൂളേ കവർ ചെയ്തുള്ളൂ. ഒരു മൊഡ്യൂൾ ആണെന്ന് നോക്കിപ്പോയതാണ്. അതാ ഞാൻ പറഞ്ഞത്, പാസ്സാവും, വലിയ മാർക്കൊന്നും കിട്ടില്ല. പക്ഷെ മാത്സ് അടിപൊളിയായിരുന്നു. മാത്സ്